നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്ലാസ് ആൻഡ് റെസ്പെക്ട് ഫ്രം സെക്കൻഡ് ഡിവിഷൻ. സൂപ്പർ കോപ്പ ഡി എസ്പാന ഫൈനൽ മത്സരം കഴിഞ്ഞിട്ട് FC ബാഴ്സലോണയ്ക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാൻ റയൽ മാഡ്രിഡ് താരങ്ങൾ തയ്യാറായില്ല. തോറ്റ് ലൂസേഴ്സ് മെഡൽ വാങ്ങാൻ പോയ റയൽ താരങ്ങളെ പക്ഷേ ഗാർഡ് ഓഫ് ഓണർ കൊടുത്താണ് ബാഴ്സ താരങ്ങൾ വിട്ടത്. എന്നാൽ തിരിച്ച് ആ മാന്യത റയൽ താരങ്ങൾ കാണിച്ചില്ല എന്നുള്ളത് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നു. കിലിയൻ എംബാപ്പയാണ് താരങ്ങൾ അതിൽ നിന്ന് പിന്തിരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വിവാദം കത്തിപ്പടരുകയും ചെയ്തു. തീർത്തും ക്ലാസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് കിലിയൻ എംബാപ്പയിൽ നിന്നും റയൽ മാഡ്രിഡ് താരങ്ങളിൽ നിന്നും സംഭവിച്ചത് എന്നാണ് പൊതുവെ ഫുട്ബോൾ ലോകം വിലയിരുത്തുക. എന്നാൽ ഇപ്പോൾ ക്ലാസ് ആൻഡ് റെസ്പെക്ട് ഫ്രം സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബ്, അതാണ് ഇന്നലെ നമ്മൾ കാണുന്നത്. ഇന്നലെ കോപ്പ ഡെൽ റേ മത്സരത്തിന് ഈ രണ്ട് ടീമുകൾ, അതായത് റേസിംഗ് ക്ലബ്ബും അതുപോലെ FC ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടിയല്ലോ. ആ ഘട്ടത്തിൽ ബാഴ്സ താരങ്ങൾക്ക് റേസിംഗ് ക്ലബിൻ്റെ താരങ്ങൾ ഗാർഡ് ഓഫ് ഓണർ കൊടുത്തു. ഒരു സംശയവും വേണ്ട, ഇതാണ് ഫുട്ബോളിൻ്റെ ഭംഗിയും മഹത്വവും എന്നൊക്കെ പറയുന്നത്. ജയവും തോൽവിയൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും. എന്നാൽ കളിക്കളത്തിൽ ആ ഒരു മാന്യത കീപ്പ് ചെയ്യുക, ട്രഡീഷൻസ് കീപ്പ് ചെയ്യുക, ക്ലാസ് കാണിക്കുക, റെസ്പെക്റ്റ് കാണിക്കുക എന്നുള്ളത് കൊണ്ടൊന്നും ഒരു ടീമിൻ്റെ മൂല്യം കുറയില്ല. അത് ചെയ്യാതിരുന്നാലാണ് അത് മൂല്യം കുറയ്ക്കുക എന്ന് മാത്രമല്ല, ആളുകൾക്കിടയിൽ മുറുമുറുപ്പുണ്ടാക്കുകയും ചെയ്യുക. ഏതായാലും റയലിന് ചെയ്യാൻ കഴിയാതിരുന്നത്, അല്ലെങ്കിൽ റയൽ ചെയ്യില്ല എന്ന് വാശി പിടിച്ചത്, അല്ലെങ്കിൽ ഏതെങ്കിലും ചില താരങ്ങൾ റയലിൻ്റെ പേര് മോശമാക്കാൻ വേണ്ടി അത് ചെയ്യാൻ തയ്യാറാകാതിരുന്നത്, ഇതാ കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നു റേസിംഗ് ക്ലബ്ബ്. സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബിൽ നിന്ന് നമ്മൾ കണ്ടത് ആബ്സല്യൂട്ട് ക്ലാസും റെസ്പെക്റ്റുമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.